കൊടുക്കുക കേട്ടോ. അടുത്തതായി നമ്മൾ റോസാ ചെടിയിലെ പ്രകാശത്തിൻ്റെ അളവ്, അതായത് റോസിന് ദിവസവും 5-6 മണിക്കൂറൊക്കെ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കണം. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ലഭ്യമാകുന്ന ഇടങ്ങളിൽ വേണം നമ്മളിത് പ്ലേസ് ചെയ്ത് വെക്കാൻ. അതുപോലെ തന്നെ നമ്മൾ സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് സൂര്യൻ്റെ പ്രകാശം കിട്ടാത്ത നമ്മൾ ഒരു തണുത്തൊരു അങ്ങനത്തെ ഒരു പ്രദേശത്താണ് അതല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് നമ്മളിത് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ റോസിൽ പൂക്കൾ കുറയും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റോസാ ചെടികൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ വരണ്ട ശാഖകളും അതുപോലെ തന്നെ പഴയ പൂക്കളൊക്കെ എന്ത് ചെയ്യണം, ഉടൻ നീക്കം ചെയ്യുക. ചിലവരുണ്ടാവും പൂക്കളല്ലാതെ അവിടെ നിന്നോട്ടെ, പഴയ പൂക്കളൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ പഴയ പൂവിൻ്റെ ആ മുട്ടിൻ്റെ ഇതുണ്ടാകുമല്ലോ, അതൊക്കെ നമ്മൾ അടർത്തി കളയുക. അതുപോലെ തന്നെ കമ്പുകൾ, പഴയ ശാഖകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കുക. അതായത് അപ്പോൾ പുതിയ പുതിയ തൈകൾ, പുതിയ കമ്പുകളെല്ലാം കിളിർക്കുകയും ചെയ്യും കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. റോസിന് ഏറ്റവും മികച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഡിസംബർ, ജനുവരി എന്നീ മാസങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൂക്കളുണ്ടാവാൻ സഹായിക്കും.